ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോ ടെക്നിക്കൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. സ്റ്റീരിയോ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ രണ്ട് ചാനലും അതിൽ നല്ല ബാസും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ലഭിക്കുന്ന ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മൊത്തം വരുന്ന ചിലവാണ് വെറും 30 രൂപ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാനായി വേണ്ട ആംപ്ലിഫയർ IC ആണ് CD6283 എന്ന സീരീസിലുള്ള ഒരു ആംപ്ലിഫയർ IC. ഈ ICക്ക് വെറും 10 രൂപ 15 രൂപ മാത്രമാണ് മാർക്കറ്റ് വില വരുന്നത്. ഈ ICക്ക് 12 പിന്നാണുള്ളത്. ഇതിന്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് 1 തൊട്ട് 12 വരെയാണ് ഈ ICയുടെ പിൻ കോൺഫിഗറേഷൻ. അതിന് പുറമെ നമുക്ക് ഈ ICയുടെ ഹീറ്റൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായി ഇതുപോലെ ഒരു ചെറിയൊരു അലുമിനിയത്തിന്റെ ഹീറ്റിംഗ് ബോർഡ് വേണം. അതുകൂടാതെ 2 220 ഓമിന്റെ റെസിസ്റ്റർ, പിന്നീട് 2 470 മൈക്രോഫാരഡിന്റെ കപ്പാസിറ്റർ. ഇത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. അതിനുശേഷം 2 47 മൈക്രോഫാരഡ് 25 വോൾട്ടിന്റെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, 2.2 UF 63 വോൾട്ടിന്റെ 2 ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. അതിനുശേഷം ഇതുപോലെ ഒരു 3.5 mm ഓക്സ് കേബിളോ അല്ലെങ്കിൽ ഹെഡ്ഫോൺ കേബിളോ കട്ട് ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഓക്സ് കേബിളോ ഹെഡ്ഫോൺ കേബിളോ കട്ട് ചെയ്തില്ലെങ്കിൽ 3.5 mm ഫീമെയിൽ സോക്കറ്റ് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു PCB ബോർഡ്. ഇത്രയും കമ്പോണൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ മേക്കിംഗ് പ്രൊസീജിയറിലേക്ക് കടന്നേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ PCB ബോർഡ് എടുത്ത് നമ്മുടെ ആംപ്ലിഫയർ IC നമ്മുടെ PCB ബോർഡിൽ ഈ ഒരു രീതിയിൽ ഇറക്കി വെച്ച് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ നമ്മുടെ IC ഇവിടെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. സോൾഡർ ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് ചെയ്തെടുക്കണം. നമ്മുടെ പിൻ നമ്പർ 6ഉം പിൻ നമ്പർ 9ഉം ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു 220 ഓമിൻ്റെ റെസിസ്റ്റർ എടുത്തിട്ട് അത് നമ്മുടെ പിൻ നമ്പർ 4ലേക്കൊന്ന് ഇറക്കി വെച്ച് സോൾഡർ ചെയ്തെടുക്കും. അതുപോലെ തന്നെ അടുത്ത 220 ഓമിൻ്റെ റെസിസ്റ്റർ എടുത്ത് അത് നമ്മുടെ പിൻ നമ്പർ 8ലേക്ക് ഇതുപോലെ തന്നെ ഇറക്കി വെച്ച് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ റെസിസ്റ്റർ ഇവിടെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ 47 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ എടുത്തിട്ട് അതിൻ്റെ നെഗറ്റീവ് നമ്മുടെ പിൻ നമ്പർ 6ലേക്കും പോസിറ്റീവ് നമ്മുടെ ഈ ഒരു റെസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ ലെഗിലേക്ക് ആയി ഉള്ള രീതിയിൽ ഇറക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത 47 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്ററും എടുത്ത് അതിൻ്റെ നെഗറ്റീവ് പിൻ നമ്പർ 6ലേക്കും പോസിറ്റീവ് നമ്മുടെ പിൻ നമ്പർ 8ൽ നിന്ന് വരുന്ന റെസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ ലെഗിലേക്കും ആയുള്ള രീതിയിൽ ഇറക്കി വെച്ച് സോൾഡർ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ 2 47 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ ഇവിടെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ 2.2 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ എടുത്തിട്ട് അതിൻ്റെ നെഗറ്റീവ് നമ്മുടെ പിൻ നമ്പർ 5ലേക്ക് വരുന്ന ആ രീതിയിൽ നമ്മുടെ PCB ബോർഡിൽ ഇറക്കി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ അടുത്ത 2.2 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്ററും എടുത്ത് അതിൻ്റെ നെഗറ്റീവ് നമ്മുടെ പിൻ നമ്പർ 7ൻ്റെ അങ്ങോട്ട് വരുന്ന രീതിയിൽ നമ്മുടെ PCB ബോർഡിൽ ഇറക്കി വെച്ച് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ 2 2.2 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്ററും ഇവിടെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ 470 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ എടുത്ത് അതിൻ്റെ പോസിറ്റീവ് നമ്മുടെ പിൻ നമ്പർ 2ലേക്കുള്ള രീതിയിൽ ഇറക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത 470 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്ററും എടുത്ത് അതിൻ്റെ പോസിറ്റീവ് നമ്മുടെ പിൻ നമ്പർ 10ലേക്കുള്ള രീതിയിൽ നമ്മുടെ PCB ബോർഡിൽ ഇറക്കി വെച്ച് നമുക്ക് സോൾഡർ ചെയ്തെടുത്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ 2 470 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ ഇവിടെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മേക്കിംഗ് പ്രൊസീജിയർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഓഡിയോ ഇൻപുട്ട് കൊടുക്കാനായി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓക്സ് കേബിളിൻ്റെ ബ്ലാക്ക് വയർ, അതായത് ഗ്രൗണ്ട് നമ്മുടെ പിൻ നമ്പർ 6ലേക്കും ICയുടെ, അതുപോലെ തന്നെ റെഡ് വയർ അതായത് റൈറ്റ് ഓഡിയോ സിഗ്നൽ നമ്മുടെ 2.2 മൈക്രോഫാരഡ് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്കും ലെഫ്റ്റ് നമ്മുടെ രണ്ടാമത്തെ 2.2 മൈക്രോഫാരഡ് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്കും സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ ഓഡിയോ ഇൻപുട്ടിൻ്റെ കണക്ഷൻസൊക്കെ ഇവിടെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുക്കാം. അതിനായി ഞാനിവിടെ എടുത്തേക്കുന്നത്
4 ohm 10 വാട്ട്സിൻ്റെ 2 സ്പീക്കേഴ്സാണ്. ഈ സ്പീക്കറിൻ്റെ നെഗറ്റീവ് നമുക്ക് കണക്ട് ചെയ്യേണ്ട പിൻ നമ്പർ 6ലേക്കും പോസിറ്റീവ് നമുക്ക് കണക്ട് ചെയ്യേണ്ട 470 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്കുമാണ്. അതുപോലെ തന്നെ അടുത്ത സ്പീക്കറിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ട പിൻ നമ്പർ 6ലേക്കും പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ അടുത്ത 470 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്കുമാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് സോൾഡർ ചെയ്തെടുത്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ സ്പീക്കർ ഇവിടെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അടുത്തതായി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ആംപ്ലിഫയർ വർക്ക് ചെയ്യാനുള്ള ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ആംപ്ലിഫയർ 12 വോൾട്ട് DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. 12 വോൾട്ട് പോസിറ്റീവ് നമുക്ക് കണക്ട് ചെയ്യേണ്ട നമ്മുടെ ആംപ്ലിഫയർ IC-യുടെ പിൻ നമ്പർ 12ലും നെഗറ്റീവ് നമുക്ക് കണക്ട് ചെയ്യേണ്ട പിൻ നമ്പർ 6ലുമാണ്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുത്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ പവർ സപ്ലൈയുടെ കണക്ഷൻസ് ഇവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹീറ്റ് സിങ്കും നമ്മുടെ IC-യിലേക്ക് വെച്ച് ഞാൻ സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു ഓഡിയോ ഇൻപുട്ട് കൊടുത്ത് നമ്മുടെ ആംപ്ലിഫയർ എങ്ങനെയുണ്ടെന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിലേക്ക് പവറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 3.5 mm കേബിൾ നമ്മുടെ ഫോണിലേക്ക് ഒന്ന് കണക്റ്റും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെ നമ്മുടെ ആംപ്ലിഫയർ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള ബാസും ട്രബിളും ഒക്കെ തന്നെ നമ്മുടെ ആംപ്ലിഫയറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടനോട് തൊട്ട് കാണുന്ന ബെല്ലൈക്കണോട് അമർത്തി അത് ഓൺ ഇടുകയാണ്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.